വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയ വീഡിയോക്കല്ല. സോ അതപ്പം നമ്മൾ ചെയ്യുന്നത് മൈൻക്രാഫ്റ്റ് ക്രേസി ലെറ്റ്സ് പ്ലേ. ഓക്കെ, രാത്രിയായി. ഒരു കിടന്നുറങ്ങാം. ഓക്കെ ഓക്കെ ഞാൻ POV വീഡിയോ വരട്ടെ. നമുക്ക് റൂയിൻ പോർട്ടലും നമ്മുടെ വീടും കണക്ട് ചെയ്യണം. നമ്മൾ അണ്ടർഗ്രൗണ്ട് ഞാൻ എല്ലാം പറയട്ടെ ഗൈസ്. ഇപ്പോഴെ ഈ ഡയമണ്ട് ഒക്കെ കണ്ടില്ലേ, അത് ഒരു വലിയ കഥയാണ്. അത് ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കേവിക്ക് പോയി, നമ്മളുടെ മറ്റേ കേവിക്ക്. ബ്രോ അങ്ങോട്ട് പോയല്ലോ, ഇതൊന്ന് പറഞ്ഞു കഴിയട്ടെ എന്നിട്ട് ചെയ്തോളൂ. ഓക്കെ, അപ്പൊ ഈ കേവിക്ക് പോയിട്ടാണ് നമുക്കിത് കിട്ടിയത്. നമുക്ക് ഇനി 20 ഡയമണ്ട്. അപ്പൊ കുറെ ഇതാക്കി. ആ സമയത്ത് ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേവിക്ക് കണക്ട് ആവും. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. വേഗം പോയിട്ട് കണ്ടോ, ഇത് നേരെ ഇങ്ങോട്ട് വരുന്നത് ഈ കേവിക്കാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഇവിടെ അങ്ങോട്ടൊക്കെ പോയിട്ടാണ് കുറേ ഇതുണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് ഇനി പിന്നെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മ്യൂസിയംസ് ഒരു ചെറിയ ഒരു ഇതുണ്ടാക്കിയിട്ടുണ്ട്. ഇതും പിന്നെ ഒരു ചെറിയൊരു വിറ്റ് ഫാം നിങ്ങൾ കണ്ടുല്ലോ, അത് രണ്ടും മ്യൂസിയംസിയാണ് ഉണ്ടാക്കിയത്. പിന്നെ ഡയമണ്ട് കണ്ടുപിടിച്ചത് ഞാനാണ്. അപ്പോൾ ഇതിലൊരു വലിയ കാര്യം ഉണ്ടായി. ഞാനും ഡയമണ്ട് കണ്ടുപിടിക്കണതിൻ്റെ ഇടയിൽ ഒരു വലിയ സംഭവം നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, എന്നാലും പറയാം. ഞാൻ എന്താ ഓക്കെ ഞാൻ ഇത് കാണിച്ചു തരാം. വളരെ വലുതാണ്. യെസ്, അല്ല അപ്പം ഉണ്ടല്ലോ, ഇതെന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓടി വരികയായിരുന്നു യെസ്. അതായത് ഇവിടെ കുറച്ചൊരു ഇങ്ങനെ പൊന്തി, ഇവിടെ ഈ സ്ഥലമാണെന്ന് വിചാരിക്കുക, അവിടെ ഒരു സ്കെൽറ്റനും ക്രീപ്പറും ഉണ്ട്. അപ്പോൾ ഞാൻ എന്നിട്ട് അവരെ കണ്ടിട്ട് പേടിച്ചിട്ട് നേരെ ഇങ്ങോട്ട് ഓടി. അപ്പോൾ ഇവിടെ ഇരുട്ടായിരുന്നു, ഇവിടെ ഒരു ക്രീപ്പർ. എന്നിട്ട് ഞാൻ തിരിച്ച് ഇങ്ങോട്ട് ഓടി. അപ്പോൾ വേറെ ഇവിടെ എന്നിട്ട് ഞാൻ പിന്നിക്ക് നോക്കി യെസ്. അപ്പോൾ ഇവിടെ ഒരു ക്രീപ്പർ ഉണ്ടായിരുന്നു, അത് ഞാൻ കണ്ടില്ല. എന്നിട്ട് ഈ ക്രീപ്പർ പൊട്ടി ഞാൻ എയറിൽ തെറിച്ച് ഇവിടെ വന്നു. അപ്പയ്ക്ക് തന്നെ ഇത് പൊട്ടി. എന്നിട്ട് ഞാൻ എയറിൽ വന്നു. എന്നിട്ട് ഈ സ്കെലിട്ട് എൻ്റെ മേത്തേക്ക് അയക്കാൻ ഇട്ടിരുന്ന ആരോ ക്രീപ്പറിൻ്റെ മേത്ത് കൊണ്ട് ക്രീപ്പർ എന്താ എയറിൽ പറന്ന് വന്ന് എൻ്റെ അടുത്തേക്ക് വന്ന് പൊട്ടി ഞാൻ മരിച്ചു. Oh my god. Bro, what are you talking about, man? ഇത് മനസ്സിലായെങ്കിൽ ഞാൻ ഒന്നും കൂടി റീ ആക്കിയിട്ട് തരാം. യെസ്, അത് കഴിഞ്ഞു. ഇനി അടുത്തത് ഓക്കെ. സോ പിന്നെ നമ്മുടെ ഇന്നത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നെതർ പോർട്ടൽ ഉണ്ട്, അപ്പുറത്ത് റൂയിൻ്റെ പോർട്ടൽ ഉണ്ടല്ലേ നിങ്ങൾ. അപ്പോൾ അവിടെയാണ് നമ്മുടെ അത്. അപ്പോൾ നമ്മൾ നേരെ അതിക്കൊരു അണ്ടർഗ്രൗണ്ട് ഒരു വലിയ വഴി, അതായത് ഇപ്പോൾ ഒരു ചെറുതുണ്ടാക്കിയില്ലേ, അതേപോലെ ഒരു 3-4 ബ്ലോക്ക് വൈഡായിട്ടുള്ള വലിയ ഒരു വഴി ഉണ്ടാക്കാനാണ് ഇപ്പോൾ നമ്മളുടെ ഇത്. അപ്പോൾ അതിൻ്റെ പണികളിലേക്കൊക്കെ നമുക്ക് കിടക്കണം. ഇനി നമ്മൾ മ്യൂസിയംസിൻ്റെ അടുത്തേക്ക് പോകാം, അല്ലെങ്കിൽ പ്രശ്നമാകും. ഇതാണ് നമ്മുടെ കേവ്. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എന്താ ഇങ്ങനെ കൊറേ കൂടി നിക്കണത്? ഓക്കെ, അടുത്തു ഇവിടെ കൊറേ എടാ, ഈ സ്പൈഡർ വരെ കോംബോ ചെയ്യാണ്. ഇരുട്ടത്തേക്ക് അവന്റെ കണ്ണ് മാത്രമേ കാണുന്നുള്ളൂ. എന്തിനാ കേവിക്കൊക്കെ പോകാൻ? Sorry for that and that. ഏട്ടാ കൊറേ നേരം എന്നെ അടിക്കണേ. എന്തിനാ ഇങ്ങനെ അടിക്കണേ? സോറി ഓക്കെ, നമുക്ക് വീട്ടിലേക്ക് ഇനി നമ്മുടെ എന്താ ലക്ഷ്യം എന്താ വെച്ചാല്, നമുക്ക് എന്താ ഈ റൂയിൻ പോർട്ടലിന്റെ കോർഡിനേറ്റ്സ് പോയിട്ട് തപ്പണം. ഓക്കെ, എന്നിട്ട് അവിടെ വരെ കുഴിക്കണം. ഗയ്സ്, നമ്മള് ഈ റൂയിൻ്റെ പോർട്ടൽ എവിടെയാണെന്ന് എനിക്കറിയില്ല. അതായത് എനിക്ക് അറിയാം, നല്ലോണം അറിയൊന്നുമില്ല. അപ്പൊ ഞാൻ ആ കോർഡിനേറ്റ്സ് പോയി എടുത്തിട്ട് വരാം. ഓക്കെ, ഞാൻ മ്യൂസിയംസ് എടുക്കും. ഞാൻ ഇവിടുന്ന് കുഴിക്കാൻ തോന്നിട്ട്. അല്ല, എവിടുന്ന കുഴിക്കണ്ട, ഇവിടുന്ന് കുഴിച്ചാ പോരെ. ഇങ്ങോട്ട് വരൂ. ഒരു പരന്ന സ്ഥലം ഇവിടുന്ന് അവിടെ തന്നെ. ഗയ്സ്, അപ്പൊ നമുക്ക് ഇവിടുന്ന് കുഴിക്കണം. അതിന് ഷവല് വേണല്ലേ?
ഷവല് പോയി എടുക്കട്ടെ. ശവലും പിക്കാക്സ് കൊടുത്തോ? പിക്കാക്സ് ഉണ്ട്. ആദ്യം തന്നെ ഡയമണ്ട് എടുക്കണ്ട. അല്ല ഉണ്ടെങ്കിൽ എന്താ മറ്റേത് എടുത്താൽ മതി. ഗൈസ് എന്താന്നറിയില്ല, മൾട്ടിപ്ലെയറും പ്ലസ് റെക്കോർഡിങ്ങും എന്റെ ഗെയിം വളരെ ലാഗ് അടിക്കുന്നുണ്ട്. അല്ല ക്യൂബ് ക്രാഫ്റ്റ് കളിക്കുമ്പോൾ പോലും ലാഗ് അടിക്കില്ല. ഈ വേൾഡിൽ അത് ഇത്ര പ്രത്യേകത. അപ്പോളേ നമുക്കത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒഴിക്കാം. ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ഇത് നമ്മൾ അവിടെ വരെ പോണം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറേ നേരം പിടിക്കും, ഉറപ്പാണ്. ഇത് എന്നാ കഴിയാന്ന് തന്നെ അറിയില്ല. ഈ എപ്പിസോഡിൽ ഞങ്ങളിത് തീർക്കണം എന്നാണൊക്കെ വിചാരിക്കണത്. ബട്ട് ഇങ്ങനെ ഐ ആം വെരി സോറി, എന്റെ മൈക്ക് ഇപ്പോഴാണ് ക്ലിയർ ആയതെന്ന് എനിക്കറിയാം. എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ. ബൈ എനിക്ക് നല്ലോണം ക്ലിയർ ആയിട്ട് കേൾക്കാറുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ എന്താ പിന്നെ നമ്മളുടെ ഗസ് ദ ബ്ലോക്കിലും വീഡിയോയിലൊക്കെ നമ്മുടെ മ്യൂസിയംസിൻ്റെ സൗണ്ട് ലാഗായിട്ടുണ്ടാവും. സോറി, ഞാൻ മ്യൂസിയംസിൻ്റെ സൗണ്ട് കുറച്ച് വെച്ചതായിരുന്നു. എന്നാൽ അത് മൂഞ്ചിപ്പോയി. ഞാൻ വിചാരിച്ചില്ല അത് ഇങ്ങനെയാവുന്നു. ഞാൻ ടോർച്ച് എടുക്കാൻ മറന്നു ഗേസ്. ടോർച്ച് വീഡിയോയിൽ ഞാൻ പറഞ്ഞു എന്താ ബെഡ് വാർസ് വിത്ത് ടെക്നോമൈറ്റ്സ് ഈസ് ക്രേസി എന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ലാസ്റ്റത്തെ ഗെയിം ഞാൻ ജയിച്ചു, പക്ഷെ അത് റെക്കോർഡ് ആയില്ലാന്ന്. റെക്കോർഡ് ആവാത്തല്ല, ഇവന്റെ സൗണ്ട് എന്താന്നറിയില്ല, ഒരു എക്കോ മാതിരിയായി. അതാണ് കുഴപ്പമായത്. ഓക്കെ, ഞാൻ വരുന്നുണ്ട്. എന്നാ പിടിച്ചോ. കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കട്ടെ കേട്ടാ. കോർഡിനേറ്റ്സ് അതല്ലേ? ഓക്കെ, യെസ്. ഞാൻ ഇപ്പൊ എന്റെ മൈക്ക് ഓഫ് ആക്കൽ തന്നെ അല്ല, ഷോർട്സ് ആയാലും. അല്ല, ഞാനും ഓഫ് ആക്കാറില്ല. കാരണം എന്താ അറിയോ, എനിക്ക് ഓഫ് ആക്കി നമുക്ക് എഡിറ്ററിൽ പോയി അത് കളഞ്ഞാ പോരെ. ഞാൻ എന്താ അറിയോ ഓഫ് ആക്കാത്ത, ചിലപ്പോ നമ്മള് വീഡിയോ എടുക്കുമ്പോ ഞാൻ മറക്കും. അപ്പൊ അത്രയും വലിയ വീഡിയോ വേസ്റ്റ് ആവും. കുഴിക്കാൻ തുടങ്ങിയോ? ഞാൻ കുഴിക്കാനൊക്കെ തുടങ്ങി. എന്തായിരുന്നു കോർഡിനേറ്റ്സ്? അത് നേരെ പോവല്ലേ വേണ്ടേ? Okay, I am coming to get you. ഗയ്സ്, ഞാനേ കുറച്ചൊന്ന് കുഴിക്കട്ടെ കേട്ടാ, എന്നിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. 3 days later. ഗയ്സ്, ഇത് നോക്കൂ ഗയ്സ്. ഓ മൈ ഗോഡ് ഗയ്സ്, കണ്ടോ ഗയ്സ്, നമ്മൾ കുറേ കുഴിച്ചു. നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ തന്നെയാണ് കുറേ കുഴിച്ചിട്ടുണ്ട് നമ്മളിപ്പോ, അല്ലേ? കൊറേ കുഴിച്ചിന്റെ പിക്കാക്സ് കാൽ ഭാഗം പൊട്ടി. ഓ മൈ ഗോഡ്, എനിക്ക് തോന്നി ഒന്ന് ടോർച്ച് വെച്ചാ പോയോ. ഓ മൈ ഗോഡ്, ഇതൊരു കേവ് തന്നെയാണ്. ക്രീപ്പർ ഗയ്സ്, നമ്മളെ ഞാൻ വെള്ളം കഴിച്ചു. എടേ, ഇത് എന്താണ് ഇത് ഗയ്സ്? നിങ്ങൾ കാണുന്നുണ്ടാ? എന്താ ഓപ്പണിംഗ് ഉണ്ട്? ഗയ്സ്, ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഇത്ര നമ്മളെപ്പോഴും നമ്മൾ ഈ കേവ് കണ്ടു തന്നെയല്ലേ അല്ലേ? എന്താ സ്ഥലം? എന്താ ഇത് നമ്മളെ കണ്ടിട്ടേ ഇല്ല. സ്നോ ആണ്. അതാണ് നമ്മള് സ്നോന്റെ അവിടെ എത്തി. ഗയ്സ്, എന്റെ അമ്മോ, 29 ഡേയ്സ്. ഓക്കെ, അപ്പൊ ഗൈസ്, ഞങ്ങള് മൈൻ ചെയ്യുമ്പോഴാണ് ഞങ്ങൾക്ക് ഒരു കേവ് കിട്ടിയത്. ആ കേവ് എന്നെ കണക്ട് ചെയ്തിട്ടുണ്ട്. എടേ, നമ്മൾ ഈ കേവ് കണ്ടതേ ഇല്ല. ഇത് നല്ല കേവാണ്. നമുക്കിനി ആവശ്യമില്ല എന്റെ, നമുക്ക് ഡയമണ്ട് ആർമർ ആയി. ഗയ്സ്, ബൈ ദ ബൈ, മ്യൂസിയംസ് എല്ലാ ദിവസത്തെ പോലെയും നമ്മളുടെ എല്ലാ സമയത്തെ പോലെയും ലെഫ്റ്റ് ആയിട്ട് പിന്നെയും ജോയിൻ ആയിട്ടുണ്ട്. അതിനെന്താ കുഴപ്പം? ഞാൻ ജോയിൻ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അതെന്താ പറയുക, മ്യൂസിയംസിന്റെ റെക്കോർഡറില് ഞെക്കിയപ്പോ ആ റെക്കോർഡർ മ്യൂസിയംസിനെ ഏതോ കണ്ടത്തിൽ കൊണ്ടുപോയി.
അതല്ല ഗൈസ്, ഞാൻ റെക്കോർഡർ ഓഫ് ആക്കാൻ നിൽക്കുന്നു. റെക്കോർഡർ ഓഫ് ആക്കാൻ നിന്നപ്പോ ഞാൻ അറിയാതെ സെറ്റിംഗ്സ് ബ്രോ ഞാൻ ഗൈസ് അപ്പോളേ പിന്നെ നിങ്ങൾ മൊബൈലിലൊക്കെ കളിക്കുകയാണെങ്കിൽ എക്സ് റെക്കോർഡർ എന്താ നിങ്ങൾ ഉപയോഗിച്ച് നോക്കിക്കോളൂ. നല്ല റെക്കോർഡറാണ്. കാരണം ഇത് ഞാൻ ഒരെണ്ണത്തിനെ പ്രൊമോട്ട് ചെയ്യില്ല ഗൈസ്, എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ പറഞ്ഞതാട്ടോ. നോട്ട് എനി അപ്പോൾ അത് നിങ്ങൾ ഉപയോഗിച്ചോളാം, നല്ലതാണ്. കാരണം 4.7 റേറ്റിംഗും ഉണ്ട്. എന്താ എന്താ മുന്നിക്ക് എങ്ങനെ പോവാ? അല്ല നമുക്ക് ബ്ലോക്ക് വെച്ചു പോവാ. ഒരു മിനിറ്റ് ഞാനൊന്ന് പറയട്ടെ. ഒരു മിനിറ്റ് കുടിച്ചോണ്ട് നിന്നപ്പോഴാണ് ഈ സാധനം വന്നത് മുന്നില്. ഒരു മിനിറ്റ് ഞാൻ ഒരു കാര്യം പറയട്ടെ ഗൈസ്. എന്നാലേ ഞാൻ ഈ കുഴീന്റെ കാര്യങ്ങളൊക്കെ ഞാനും ഈസി കൂടി കുഴീന്റെ കാര്യങ്ങൾ റെഡിയാക്കട്ടെ, എന്നിട്ട് നിങ്ങൾ ഒന്നും കൂടി അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഞങ്ങൾ നേരത്തെ എൻ്റെ അമ്മോ ഗൈസ് ഞങ്ങൾ നേരത്തെ ഉണ്ടല്ലോ അവിടെ ഒരു എമറാൾഡ് കണ്ടിരുന്നു. നേരത്തെ പറയാൻ മറന്നതാണ്. ഞാൻ മൈക്ക് ദൂരെ വെച്ചിട്ടായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പം നിങ്ങൾക്ക് സൗണ്ടിന് ചെറിയ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ എന്താ നിങ്ങൾ പറയുക, അല്ലെങ്കിൽ അതായത് കമൻറ്റ് ചെയ്യുക. എനിക്കറിയില്ല എന്നിട്ടുണ്ടോന്ന്. ശരിയാണ് ഗൈസ്. എന്നാലേ ഞങ്ങൾ ഫുൾ ഇത് കംപ്ലീറ്റ് ചെയ്യട്ടെ കേട്ടോ, എന്നിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മളുടെ ഈ ടണൽ ഫുൾ, അതായത് ഈ ഒരു ഗുഹ ഫുള്ള് ഞങ്ങൾ ഇങ്ങനെ കൊബ്ലിസ്റ്റോൺ വെച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് എത്രയോ എന്താ 10-20 ബ്ലോക്ക് മുമ്പിക്ക് വേണമല്ലേ? എന്റെ അടുത്ത് 5 സ്റ്റാക്ക് ഉണ്ട്, അവന്റെ അടുത്ത് 2 സ്റ്റാക്ക് ഉണ്ട് കോബ്ലിസ്റ്റോൺ. ഇനി നമുക്ക് കമ്മി വരില്ല. ഓ എമറാൾഡ് വെയിന് ആ 1 2 ബ്രോ 2 ഉള്ളൂ. 2 മതി ഗൈസ്. അപ്പോളേ ഞങ്ങളത് ഫുള്ള് ഇതാക്കിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഒന്നും കൂടി ഗൈസ്. ഞങ്ങൾ അങ്ങനെ ഫൈനലി എത്തിയിരിക്കുന്നു ഗൈസ്. ഓ മൈ ഗോഡ്. യെസ് ഗൈസ്, ഇത് കുറച്ച് പണി ഉണ്ടാവും. നമ്മൾ ഇത് ഇവിടുന്ന് സ്റ്റെയർ കേസ് ഒക്കെ വെച്ചിട്ട് വേണം പോവാൻ. പിന്നെ ഇത് 3x3 ആക്കണം. ഞാൻ കുറച്ച് സ്റ്റെയർ കേസ് ഉണ്ടാക്കട്ടെ ഗൈസ്, എന്നിട്ട് മതി. 2000 years later. ഗൈസ് അങ്ങനെ എത്തി. ഇത് ലാസ്റ്റ് ബ്ലോക്ക് ആട്ടോ നമ്മുടെ. കഴിഞ്ഞോ. ഒരു മിനിറ്റ്, ഇവിടെ ഒരു ഇത്, പിന്നെ ഇത് പൊട്ടിക്കുക, ഇവിടെ ഇങ്ങനെ. ഇല്ല ആയിട്ടില്ല, നമ്മുടെ കഴിഞ്ഞിട്ടില്ല. ഇതും കൂടി കഴിഞ്ഞാണ്. ഡയമണ്ട് പിക്കാക്സ് ഇല്ല എൻ്റെ അടുത്ത്. യെസ്. ഈ ക്രൈയിങ് ഒബ്സിഡിയൻ കളർ, പിന്നെ വാട്ടർ ബക്കറ്റ് കൊണ്ട് ഈ ലാവ. ഞാൻ പറയട്ടെ ഗൈസ്, ഞങ്ങളുടെ ഇത് ഫുള്ള് കഴിഞ്ഞു. എൻ്റെ അമ്മ എത്ര നേരം എടുത്തറിയോ? വാട്ടർ ബക്കറ്റ് ഉണ്ടോ? ഇല്ലല്ല. ഞാൻ വാട്ടർ വേണ്ട. ഓക്കെ ഗൈസ്, നമുക്കേ ഈ നെതറിക്ക് വേണം കേട്ടോ. ഓ വാട്ട് ദ ബ്രോ, എൻഡർമാൻ, വാട്ട് ദ ഹെൽ ഈസ് ദി പ്രോബ്ലം? ഗൈസ് ഈ എൻഡർമാൻ ഇപ്പോൾ ഇവിടെ വന്നു. വാഴ ട്രാപ്പ് ചെയ്തു. എൻഡർമാനെ ഒന്ന് കൊല്ലട്ടെ കേട്ടോ ഞാൻ. എടാ വേഗം വാ, പിന്നെ ഇന്നെ കൊല്ലും. എൻഡർമാൻ എന്റെ അടുത്ത് ടെലിപ്പോർട്ട് ചെയ്തു. അപ്പൊ കളി ഇത് പറയാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാവർക്കും ബൈ.